യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഘോഷിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനും എന്നെക്കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കുകയില്ല. സഭയിൽ 2 തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നത് അസാധാരണമല്ല. ഐക്യത്തിൽ അഭിനിവേശമുള്ളവരും സത്യത്തിൽ അഭിനിവേശമുള്ളവരും. വ്യക്തമായി പറഞ്ഞാൽ ഇവ പരസ്പര വിരുദ്ധമായിരിക്കണമെന്നില്ല. വാസ്തവത്തിൽ ഐക്യത്തെയും സത്യത്തെയും സ്നേഹിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നതാണ് തിരുവെഴുത്തുകളുടെ ആഹ്വാനം. എന്നാൽ പലപ്പോഴും നമ്മൾ ഒരു വശത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു വശത്തേക്ക് വലിച്ചെറിയപ്പെടുന്നു. നമുക്ക് ഐക്യത്തെ സ്നേഹിക്കുകയും വിലമതിക്കുകയും അത് ഏറ്റവും ഉയർന്ന നന്മയായി പിന്തുടരുകയും ചെയ്യാം. അല്ലെങ്കിൽ യേശുവിൻ്റെ മറ്റ് അനുഗാമികളുമായി ഐക്യത്തിൽ ജീവിക്കുവാനുള്ള നമ്മുടെ കഴിവിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ നാം സത്യത്തെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്തേക്കാം. നാം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഐക്യത്തിന് മേലുള്ള വ്യതിരക്തതയുടെ അപകടം തിരിച്ചറിയാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ സഹായിക്കുന്നതായി നാം കാണുന്നു. ഭാഗികമായി അഹങ്കാരത്തിൽ നയിക്കപ്പെടുന്നുവെന്നതിൽ സംശയമില്ല. ശിഷ്യന്മാർ യേശുവിൻ്റെ നാമം സംരക്ഷിക്കാനും യോഗ്യതയില്ലാത്ത ശിഷ്യനായി കാണുന്ന ആർക്കുമെതിരെ നിലകൊള്ളാനും തിടുക്കം കൂട്ടുന്നു. എങ്കിലും അവരുടെ തീക്ഷ്ണതയിൽ അവർ യേശുവിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അവൻ്റെ നാമത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനെ ഉപദേശിക്കുന്നു. ഒന്നാമതായി സുവിശേഷ സാഹചര്യം വ്യക്തമാക്കുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷയെ സംരക്ഷിക്കുവാനുള്ള ശിഷ്യന്മാരുടെ ശ്രമം. ആദ്യമായി ഉത്കണ്ഠയ്ക്കുള്ള ഒരു കാരണം. യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നതിൽ അറിയപ്പെട്ടിരുന്നപ്പോൾ, അവൻ ശിഷ്യന്മാർക്ക് സമാനമായ അധികാരം നൽകിയിരുന്നപ്പോൾ, മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള ശുശ്രൂഷയിൽ ഏർപ്പെടുന്നത് കണ്ടപ്പോൾ അവർ അസ്വസ്ഥമായി അവരോട് അത് നിർത്തുവാൻ ആവശ്യപ്പെടുന്നു. രണ്ടാമതായി ഒരു യഥാർത്ഥ വിശ്വാസി. ഈ ഭാഗം മുഴുവൻ പരിഗണിക്കുമ്പോൾ പിശാചുക്കളെ പുറത്താക്കുന്ന ഈ മനുഷ്യൻ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് വ്യക്തമാണ്. എല്ലാറ്റിനുമുപരി അവൻ പിശാചുക്കളെ പുറത്താക്കാൻ ശ്രമിക്കുന്നില്ല. അവൻ യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ അവൻ്റെ നാമത്തിൽ ചെയ്യപ്പെടുന്നുവെന്ന് യേശു ഉറപ്പിച്ച് പറയുന്നു. മൂന്നാമതായി പുറത്തുള്ള ഒരാൾ. യേശുവിൻ്റെ നാമത്തിൽ ഒരു മനുഷ്യനെ നന്മ ചെയ്യുന്നതിൽ നിന്ന് ശിഷ്യന്മാർ തടയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട്? യേശുവിൻ്റെ ആന്തരിക വൃത്തത്തിലുള്ളവരെ മാത്രമേ അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ അനുവദിക്കൂ എന്ന് അവർ തീരുമാനിക്കുമ്പോൾ അഭിമാനത്തിൻ്റെ വേരുകൾ ഞങ്ങൾ വീണ്ടും കാണുന്നു. അവൻ ഞങ്ങളെ അനുഗമിക്കാത്തതിനാൽ അവർ അവനെ തടഞ്ഞു എന്ന്. നാലാമതായി പരിഗണിക്കാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സഭയുമായോ നിങ്ങളുടെ ക്രൈസ്തവികതയുടെ ശാഖയുമായോ ബന്ധമില്ലാത്തതിനാൽ യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? വിശ്വാസത്തിൻ്റെ പരീക്ഷണം ക്രിസ്തുവിലുള്ള ആത്മാർത്ഥമായ വിശ്വാസമല്ലാതെ മറ്റൊന്നാകാൻ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രലോഭിപ്പിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെയും ഉദ്ദേശങ്ങളെയും നിങ്ങൾ വിലയിരുത്തുന്നത് അവർ നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഗം അല്ലാത്തത് കൊണ്ടാണോ? രണ്ടാം ഭാഗം പ്രതികരണമാണ്. ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളോട് യേശു പ്രതികരിക്കുന്നു. ഒന്നാമതായി ഒരു തിരുത്തൽ. യോഹന്നാൻ യേശുവിൽ നിന്ന് അനുകൂലമായ പ്രതികരണം പ്രതീക്ഷിച്ചിരിക്കാം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു തിരുത്തൽ ലഭിക്കുന്നു. ഈ മനുഷ്യനെ തടയാൻ പാടില്ലായിരുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണെന്ന് കർത്താവ് വിശദീകരിക്കുകയാണ്. 2, ഒരു തത്വം. ഇവിടെയാണ് ഈ മനുഷ്യൻ ഒരു യഥാർത്ഥ വിശ്വാസിയായിരിക്കണമെന്ന് വ്യക്തമാകുന്നത്. തൻ്റെ നാമത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾ തനിക്കോ ദൈവരാജ്യത്തിനോ ഭീഷണിയില്ലെന്ന് യേശു ന്യായവാദം ഉന്നയിക്കുകയാണ്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം.
മൂന്നാമതായി ഒരു പഴഞ്ചൊല്ല്. യേശു തൻ്റെ ആശയത്തെ വീട്ടിലേക്ക് നയിക്കാൻ ഒരു പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നു. കാരണം നമുക്ക് എതിരല്ലാത്തവൻ നമുക്ക് വേണ്ടിയാണ്. യേശുവിൻ്റെ ഈ വചനം ആളുകളെ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചുള്ള പൗലോസിൻ്റെ വികാരത്തിന് സമാനമാണ്. സന്ദേശം പ്രസംഗിക്കുന്നതിൽ അവൻ സന്തോഷിക്കുന്നു. ഫിലിപ്പി ലേഖനം 1:12-18 വരെ. ഒടുവിലായി പരിഗണിക്കേണ്ട ചിന്തകൾ. യേശുവും പൗലോസും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. യേശുവിൻ്റെ ഈ വചനം ഐക്യത്തിൻ്റെ പേരിൽ എല്ലാ മതിലുകളും തകർക്കപ്പെടണമെന്നും ഓരോ വരകളും മുറിച്ചു കടക്കപ്പെടണമെന്നും നിർദ്ദേശിക്കാൻ കർത്താവ് ഉദ്ബോധിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ജാതികൾക്കും സംവിധാനങ്ങൾക്കും നിയമങ്ങൾക്കും വിശ്വാസത്തിനും ആരാധനയ്ക്കുമൊക്കെ അതീതമായ സത്യം കർത്താവ് പറയുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെതാകയാൽ അവൻ്റെ നാമത്തിൽ ആർക്കെങ്കിലും നിങ്ങൾ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവന് അതിൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്. പ്രിയമുള്ളവരെ, എല്ലാത്തിനും അതീതമായുള്ള സ്നേഹത്തിൻ്റെ, കൃപയുടെ, സഹായത്തിൻ്റെ, ക്ഷമയുടെയൊക്കെ ജലം നമുക്ക് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് സത്യത്തിൽ പ്രതിഫലം ലഭിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.